ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ഇന്നത്തെ സന്ദേശങ്ങളിൽ മോട്ടിവേഷൻ പ്രീച്ചിങ്ങും അതിനെ ഇമോഷണലി കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രീച്ചിങ് ആണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ഇപ്പം നമ്മൾ കേൾക്കുന്ന എല്ലാവരും അല്ല ആ തരത്തിലുള്ളത്. ശരിക്കും മോട്ടിവേഷൻ എന്ന് പറയുന്നത് ശരിക്കും പരിശുദ്ധാത്മാവ് മോട്ടിവേറ്റ് ചെയ്യണം, വചനം മോട്ടിവേറ്റ് ചെയ്യണം നമ്മളകത്ത്. അത് കത്തിട്ട് ആരുടെയും വാക്കുകളിലല്ല, നമ്മൾ സ്വയം നവീകരിക്കപ്പെട്ട് നമ്മൾ എഴുന്നേക്കണം എന്നുള്ളത്. അത്തരം ശുശ്രൂഷയ്ക്ക് ഇപ്പം നടക്കുന്നേ ഇല്ല. അതിനൊരു കാരണങ്ങൾ പറയാം. ഇപ്പം ഷൈബാസ് പറഞ്ഞ പോലെ, ഷൈബാസ് ആരോ പറഞ്ഞു നീതി പാപം പറഞ്ഞേ. അപ്പം അത്തരം പ്രസംഗങ്ങളില്ല, പുതിയ നിയമ ചിന്തകളുടെ പ്രസംഗങ്ങളില്ല. പുതിയ നിയമ ചിന്തകൾ എന്ന് പറഞ്ഞാൽ മർക്കോസിന്റെ വിചാരത്തിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും യേശു കർത്താവ് സൗഖ്യമാക്കിയതല്ല പുതിയ നിയമ ചിന്തകൾ. പുതിയ നിയമ ചിന്ത എന്ന് പറഞ്ഞാൽ സഭയെ സംസ്കരിക്കുന്ന ദൂതുകളുണ്ട്. അത്തരം സന്ദേശങ്ങൾ നമ്മുടെ സഭായോഗങ്ങളിലോ സഭകളിലോ ഇല്ല. അത്തരം പ്രസംഗങ്ങൾ കേൾക്കാനുള്ള ടേസ്റ്റ് ഞങ്ങളിൽ നിന്ന് മാറി. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ മോഹങ്ങൾ ഏതാറുന്ന പ്രസംഗങ്ങൾ കേൾവിക്കാരന്റെ അഭിരുചിക്കനുസരിച്ച് പ്രസംഗിക്കുക അങ്ങനെ ആയിപ്പോയി. അതാണ് ശരിക്കും കേൾവിക്കാരന്റെ അഭിരുചിക്ക് പ്രസംഗിക്കാനല്ലോ ബൈബിൾ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ഇന്നത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത് പറഞ്ഞ പോലെ തന്നെ ഈ പ്രസംഗങ്ങൾ ശരിക്കും മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒത്തിരി. ഇന്ന് വാക്കുകൾ കൊണ്ട് കസർത്ത് നടന്നവരാണ് കൂടുതൽ പ്രഭാഷകന്മാര്. കൊച്ചറിവിനെ ലോകരാജ്യങ്ങളെ കീഴടക്കുക. പക്ഷെ പൗലോസിനെ പോലെ ഒരാൾ ഒരിക്കലും അങ്ങനെ പറഞ്ഞു ഞാൻ പോകുന്നു. പൗലോസ് പോയ യാത്രയെല്ലാം കള്ളന്മാരാപത്ത്, വഴിയിലാപത്ത്, കൂട്ടുസാരന്മാരാപത്ത്, പലവട്ട വഴി, നഗ്നത, പൈതാറ്. പക്ഷെ ഇന്ന് പോകുന്നതൊന്നുമില്ല. നല്ല 5 സ്റ്റാർ ഹോട്ടല്, 5 സ്റ്റാർ ഹോട്ടല്. പൗലോസ് പോയത് തകരുന്ന കപ്പലില്ല. ഇന്ന് 3 മണിക്കൂർ കൊണ്ട് അവിടെ എത്താൻ പറ്റും. കുഞ്ഞറിവിന്റെ മറുപടി പൗലോസ് തന്നെ പറയുന്നു, എന്റെ പ്രസംഗം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൾ അല്ല. പിന്നെ പറയാണ്, ഞാൻ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ലാതെ ഒന്നും അറിയാത്തവനെ നിങ്ങളില്ല. അപ്പം ഈ അറിവിന്റെ വലിപ്പച്ചെറുപ്പമല്ല പ്രധാനം. ഒരു വിഷയം പറയുമ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് നല്ലത്, ആധികാരികമായിരിക്കണം. പക്ഷെ ഈ അറിവ് ചെറുതോ വലുതോ എന്നുള്ളത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അപ്പം പാസ്റ്റർ പറഞ്ഞ ഒരു കാര്യം മുമ്പേ ഞാനിങ്ങനെ ഓർത്തു വരായിരുന്നു. ഈ പ്രസംഗിക്കുക അല്ലെങ്കിൽ ഇത്തരം ആക്ഷൻ കോലാഹലങ്ങൾ കാണിക്കാൻ ആയിത്തീരുക. പാസ്റ്റർ മുമ്പേ പറഞ്ഞു. ഇപ്പൊ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത് എന്താ? ആക്ഷനാണ്. എല്ലായിടത്തും ഇന്ന കാര്യം ചെയ്യണം നമ്മൾ പറയുന്നത്. പക്ഷെ പുതിയ നിയമം നമ്മൾ പറയുന്നത് ആയിത്തീരുക, ബീഞ്ഞാണ്. ആയിത്തീരണം. നിങ്ങൾ ക്രിസ്തുവിന്റെ പത്രമായിത്തീരുക, ലോകത്തിന്റെ വെളിച്ചം. ഇതാണ് ഏറ്റവും വലിയ പ്രസംഗം. ഈ രണ്ടാമത്തെ കാര്യം അതും പാസ്റ്റർ തന്നെ പറഞ്ഞു. ഈ പ്രസംഗം, നമ്മൾ പ്രസംഗത്തിന് വേണ്ടി ഒരു സംഗതി ഉണ്ടാക്കുക. എൻ്റെ പ്രസംഗത്തിന്റെ വാചകത്തിൽ ജനം എത്ര സ്വീകരിച്ചു, അവരെത്ര ഉന്മാദാവസ്ഥയിലായി, അവിടെ എൻ്റെ പ്രസംഗത്തിന്റെ വിജയം വെച്ചിരിക്കുന്നത്. ആരും പറയാത്തത് എനിക്കൊന്ന് പറയാൻ വേണ്ടി എന്ത് വിട്ടിത്തും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരാൾ പറയുന്നുണ്ട് യേശുവിന്റെ ക്രൂശ്, യേശു നല്ല പലസ്തീൻ അന്ന് മുഴുവൻ പേരും ജീവിച്ചിരുന്നവരോട് കൂടി എടുക്കാനൊക്കെ ഇല്ല എന്നാണ് ഒരാൾ പറയുക. ആ ക്രൂശിന്റെ ഇന്നത്തെ വെയിറ്റ് നോക്കിയാൽ 590 കിലോ ഉണ്ട്. എത്ര പേര് കൂടി എടുക്കണമായിരുന്നു? ഏകദേശം പറഞ്ഞാൽ അങ്ങനെയല്ലോ. 590 കിലോ ഉള്ള ഒരു തടി ഇന്ന് എടുക്കണം. 2000 കൊല്ലം പോട്ടെ, ഇപ്പൊ ആരാ എടുക്കുന്നത്? ഇതൊന്നും നടക്കും. ഈ 3 ദിവസത്തെ കണ്ടു ഈ ദൈവത്വം സ്ഥാപിക്കാൻ വേണ്ടി ദൈവത്വം സ്ഥാപിക്കുന്ന അമാനുഷികനായിട്ടല്ല, യന്ത്രമനുഷ്യനായിട്ടൊന്നുമല്ല. അതുപോലെ അപ്പം ഇതിന്റെ പ്രശ്നം നമ്മൾ ഈ ഓരോ 10 പേര് പറയും, അപ്പം ഞാൻ 11 പറയുമ്പോൾ ഞാനൊരു മണ്ടത്തരമാണെങ്കിലും വ്യത്യസ്തത പറഞ്ഞാൽ അപ്പം പ്രസംഗം നമ്മളോട് സംസാരിക്കുന്നില്ല, വചനം നമ്മളോട് സംസാരിച്ചിട്ട് ഇവിടുന്ന് റിഫ്ലക്ട് ചെയ്തെങ്കിലേ അത് റിസൾട്ട് ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറയുന്നത്, ഈ പ്രസംഗം എന്ന് പറയുന്നത് ബൈബിളിന് സന്ദേശം കാലഘട്ടങ്ങൾ മാറി വരുമ്പോഴും ഒറ്റ സന്ദേശമുള്ളൂ എന്ന് അന്ന് എന്താണ് ബൈബിൾ പറഞ്ഞത്? നമ്മുടെ സന്ദേശമാണോ പറയേണ്ടത്, ബൈബിളിന്റെ സന്ദേശമാണോ പറയേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ബൈബിൾ ഏത് കാലഘട്ടത്തിലും ഏത് പ്രശ്നത്തെ ഏത് വിഷയത്തെയും അന്ന് നിർവചിച്ചിരിക്കുന്ന അതേ ലെവലിൽ നിന്നുകൊണ്ടാണ് ഇന്ന് സംസാരിക്കുന്നത്. പക്ഷേ കാലഘട്ടങ്ങൾ പ്രസംഗിച്ചു വരുന്ന ദൈവാസന്മാർ, ഉദാഹരണം പറയാം മനസ്സിലാവും പെട്ടെന്ന്. മരണ വീട്ടിൽ നമുക്ക് ആത്യന്തികമായി പറയാനുള്ളത്, ഈ കർത്താവ് മരിച്ച വിശുദ്ധന്മാർ കർത്താവിൻ്റെ വരങ്ങൾ ഉയർത്തിരുന്നു. അതാണ് ബൈബിൾ പറഞ്ഞ സന്ദേശം. നിങ്ങൾ അതുകൊണ്ടൊക്കെ എന്ത് ചെയ്യണം? ആശ്വസിച്ചോണം. ഇതിനപ്പുറത്ത് ആശ്വസിപ്പിക്കാൻ വേണ്ടി വേറെ കുറെ സാധനം കൂടെ പറയുക.
അങ്ങനെ പറഞ്ഞാലേ ഇതൊരു പ്രസംഗകനാകുന്നുള്ളൂ. പുതിയത് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പുതിയ അറിവുകളാണ്, അറിവുണ്ടാക്കി പറയുക. അതുകൊണ്ട് ഇത് നേട്ടം പെർഫോമൻസിന്റെ വേദി. അതാണ് അതാണ്. അപ്പൊ ഈ അറിവ് ഇപ്പൊ ഒരു പ്രസംഗകനാകാൻ ആദ്യം എന്താണ് ഒരാൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ല, അദ്ദേഹം കുറെ പുസ്തകങ്ങൾ ആദ്യം മേടിക്കുക, വായിക്കുക, നെറ്റിൽ സെർച്ച് ചെയ്യുക, ആർക്കും കിട്ടാത്ത കാര്യങ്ങൾ കണ്ടെത്തുക, അത് അവതരിപ്പിക്കുക. ഇതാണ് ഈ തലമുറയുടെ ഒരു ഏറ്റവും വലിയ ശാപം. ഈ പ്രസംഗത്തിൽ സാധാരണ സംഭവിക്കേണ്ട ഒരു ബിബ്ലിക്കൽ മെസ്സേജ് കൊടുക്കുമ്പോൾ അതിൽ സംഭവിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിൻ്റെ തിരുഹൃദയത്തെ നമ്മളിലൂടെ കേൾവിക്കാരിലേക്ക് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. പറഞ്ഞു മനസ്സിലാകുന്നത്, ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലെ ചിന്തകൾ, ആ ചിന്തകളെ ആ പരിശുദ്ധാത്മാവ് എഡിറ്റ് ചെയ്തോ ക്രോഡീകരിച്ചോ തരുന്ന കാര്യങ്ങൾ നമ്മളിലൂടെ കേൾവിക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഞാൻ ഇതിനിടയിൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം, അതൊന്നുകൂടെ ആ ഭാവത്തിൽ കയറി വിശദീകരിച്ചോ പറ്റും. ഇന്ന് പല പ്രഭാഷകന്മാരും നിഘണ്ടു പഠിക്കുന്ന ആൾക്കാരെ നിഘണ്ടു പ്രസംഗകരായി തീർന്നിരിക്കുക. കേൾക്കുന്നവർക്കൊന്നും മനസ്സിലാകുന്നുമില്ല. കേൾവിക്കാര് ഈ പ്രസംഗം കഴിയുമ്പോൾ എന്നാ പ്രസംഗിച്ചെന്നുള്ള ഭാഗത്തേക്ക് പോവാം. അപ്പൊ ഈ ഭാഷ പറഞ്ഞ പോലെ നമ്മളിലൂടെ ദൈവത്തിന്റെ തിരുഹൃദയം കേൾക്കുന്ന സാധാരണക്കാർക്ക് മനസ്സിലാണ്. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു ക്രൈറ്റീരിയ നടക്കുന്നില്ല. പലരും വാക്കുകളുടെ ഭയങ്കരമായ അതിപ്രസരതയാണ് കൊണ്ടുവരുന്നത്. ഈ അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ മ്യൂസിക്കിൽ തന്നെ 2 തലമുണ്ട്, നമ്മൾ ശ്രദ്ധിക്കണം. അതേ ഒരു താളം ഈ പ്രസംഗങ്ങളിലും കൊണ്ടെത്തിക്കാൻ കഴിയും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബീറ്റ് ഡ്രം ബീറ്റിന്റെ അതിൻ്റെ ഒരു വല്ലാത്ത ഒരു മാസ്മരിക മുഴക്കമുണ്ട്. ആ മുഴക്കം ചെന്ന് കയറുന്നത് കേൾവിക്കാരിൽ ഒരു വൈകാരിക ഇൻസ്പിറേഷൻ തരികയാണ് എന്ന് പറയുന്നത് പോലെ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. എന്താ പറയുക, ഒരു ജഡത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഉറങ്ങിക്കിടന്ന വൈകാരിക തലത്തെയൊക്കെ ഉണർത്തുന്ന ഒരു വല്ലാത്ത മാസ്മരികത ആ ബീറ്റിലുണ്ട്. എന്ന് പറയുന്ന പോലെ തന്നെ ഇത്തരം ചില ബീറ്റുകൾ മാത്രം അടങ്ങിയ ചില പ്രസംഗങ്ങളുണ്ട്. ആ പ്രസംഗങ്ങൾക്ക് മനുഷ്യന്റെ വൈകാരിക തലത്തെ മാത്രമേ ഉണർത്താൻ കഴിയത്തുള്ളൂ. അതാണ് മുമ്പേ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ കൊച്ചു ബുദ്ധി കൊണ്ട് ലോകത്തെ കീഴടക്കാൻ പോകുന്നു. 1-ാം നൂറ്റാണ്ടിലൊക്കെ അവരുടെ കൊച്ചു ബുദ്ധിയൊന്നും അല്ലായിരുന്നു. യേശുക്രിസ്തുവിനോട് കൂടെ 3.5 വർഷം അവർ ജീവിച്ച് അവരൊരു നല്ല ഒരു ക്വാളിറ്റിയുള്ള ആളുകൾ തന്നെയായിരുന്നു യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ. അവരൊന്നും ചെറിയ ആളുകളൊന്നും ആയിരുന്നില്ല. ആ 3.5 വർഷത്തെ അവരുടെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവരാർജിച്ചെടുത്ത ദൈവിക ദർശനത്തിൻ്റെയും ലോക അറിവുകളുടെയും ഒക്കെ ആഴം നമുക്ക് അവരുടെ പുസ്തകങ്ങൾ വായിച്ച് നോക്കിയാൽ മനസ്സിലാകാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതേ ഒരു തലം മുമ്പേ പറഞ്ഞ ഈ വൈകാരിക തലങ്ങളെ ഉണർത്തുക. അതാണ് മുമ്പേ നമ്മൾ പറഞ്ഞ ഒരു പ്രസംഗകന്റെ പ്രത്യേകത. അദ്ദേഹം പറഞ്ഞ്, നിന്റെ കൊച്ചു ബുദ്ധി കൊണ്ട് ഞാൻ ലോകരാജ്യങ്ങളെ മുഴുവൻ ഞാൻ കീഴടക്കാൻ പോവുകയാണ്. സത്യത്തിൽ ലോകരാജ്യങ്ങളെ കീഴടക്കുക എന്ന് പറയുന്നത് അവിടെ വിസിറ്റ് ചെയ്യുകയോ അവിടെ 3-4 പ്രസംഗം നടത്തുകയോ എന്നുള്ളതല്ല. അവിടെ വീണ്ടും ജനിക്കാത്ത ആളുകളെ നേടുന്ന ഒരു വല്ലാത്ത വലിയ പ്രക്രിയ ചെയ്യുന്ന ഒരു കാര്യമാണ് ബൈബിളികമായിരിക്കുന്ന ഒരു വ്യാഖ്യാനം ആ വാക്കിൽ നിന്നുള്ളത്. വേറെ ഇടയ്ക്ക് പറയാം. ഈ എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു, വിശ്വാസത്താൽ ഒരു രാജ്യങ്ങളെ കീഴടക്കി. വിശ്വാസത്താൽ രാജ്യങ്ങളെ കീഴടക്കി. ഞാൻ ചുവ പറയുന്നത്, ഈ പ്രസംഗങ്ങൾക്ക് പലതരത്തിലുള്ള സ്വാധീന ശക്തിയുണ്ട്. സ്വാധീന ശക്തി എന്ന് പറഞ്ഞാൽ ഈ ചില പ്രസംഗങ്ങൾ കേട്ട് കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വൈകാരിക തലം, അന്നാരപ്പെടുത്ത ഒരു ഇൻസ്പിറേഷൻ ഉള്ളൂ, അകത്തൊരു കത്തലില്ല, അത് ഇൻസ്പിറേഷൻ ഇല്ല, ഇൻസൈറ്റ് ഇല്ല, അകത്ത് നമുക്ക് എന്തല്ല ഒരു പ്രകാശം വ്യാപരിക്കുന്നില്ല. ചില വാക്കുകൾ പിന്നെ നമ്മുടെ മസ്തിഷ്കത്തെ തട്ടി ഉണർത്തി അങ്ങ് പോവുകയല്ലാതെ ഹൃദയത്തിൽ അതിനൊരു സ്ഥാനമോ ഒരു പ്രവൃത്തിയോ ഇല്ലാതെ പോവുക എന്നുള്ളതാണ് അത്തരം പ്രസംഗങ്ങൾ കൊണ്ട് സംഭവിക്കുന്നത്. ഈ പ്രഭാഷകനെ സംബന്ധിച്ച് ഭാഷയ്ക്ക് വലിയ പ്രസക്തിയുള്ള ഒരു കാലമാണ്. ഈ ഭാഷ ശരിക്കും ഇത് സുവിശേഷീകരണത്തിന് ഒരു തടസ്സമാകുന്നുണ്ടോ? ഭാഷ ആവശ്യമാണ് പ്രസംഗത്തിന്. പക്ഷെ ഭാഷയെ മാത്രം കൊണ്ടല്ല സുവിശേഷം പ്രസന്റ് ചെയ്യപ്പെടേണ്ടത്. ആശയങ്ങളുണ്ടാകും. ഇപ്പോഴത്തെ